ക്ലിയർ ആയിട്ട് ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീർ സവർക്കറുടെ പേരിൽ കൊടുക്കുന്ന അവാർഡാണെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതെന്നും അദ്ദേഹം നമുക്കൊക്കെ അറിയാമല്ലോ, വിശ്വപൗരനാണ്. ഇത്രയും ഇന്ത്യ ഈ അടുത്ത സമയത്ത് പോലും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിലെ ഡെലിഗേറ്റ്സിനെ കൊണ്ടുപോയപ്പോൾ ഡെലിഗേറ്റ്സിന് നേതൃത്വം കൊടുത്ത ആളാണ്. അപ്പം നമ്മുടെ രാജ്യത്തിന് വേണ്ടി വളരെ നന്നായിട്ട് നമ്മുടെ ഒരു സ്റ്റാൻഡ് പോയി സംസാരിച്ച ആളാണ്. മറ്റ് പലരും ചെയ്തതിനേക്കാളൊക്കെ വളരെ മനോഹരമായിട്ട് ഇത് ഹാൻഡിൽ ചെയ്ത ഒരാളും കൂടെ അല്ലേ. ഈ ശശി തരൂർജിയുടെ വീട്ടിൽ തന്നെ നേരിട്ട് പോയി ഇതിൻ്റെ കത്തുകൾ കൊടുക്കുകയും മെയിൽ ത്രൂ കൊടുക്കുകയും അതുപോലെ അദ്ദേഹത്തെ നേരിട്ട് നമ്മുടെ OSP സജി കരുണാകരനും നമ്മുടെ ഇതിൻ്റെ ഒരു അവാർഡ് ജൂറി ഉണ്ടായിരുന്നു. ആ ജൂറിയുടെ ചെയർമാൻ രവികാന്ത് IAS, അദ്ദേഹം കണ്ണൂർ കളക്ടറൊക്കെ ആയിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. ഇവർ നേരിട്ട് അദ്ദേഹത്തെ കണ്ടതുമാണ്. ആ സമയത്ത് ശരിക്കും അന്നേരമാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് അദ്ദേഹത്തിനാണ് ഈ അവാർഡ് ലഭിക്കുന്നതെന്ന്. അതനുസരിച്ച് അദ്ദേഹം അവരുടെ സ്റ്റാഫിനെ അത് ചുമതലപ്പെടുത്തി. അതിനുശേഷം രവികാന്ത് സാറിനോട് പറയുന്നു, എനിക്ക് എൻ്റെ കൂടെ അവാർഡ് വാങ്ങുന്ന ബാക്കിയുള്ളവരുടെ ലിസ്റ്റ് കൂടെ എനിക്കൊന്ന് വേണം എന്ന് ആവശ്യപ്പെടുന്നു. ആ ലിസ്റ്റ് നമ്മൾ പിറ്റേ ദിവസം കൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സജി കരുണാകരൻ, അദ്ദേഹം നേരിട്ട് പോയി കണ്ടതാണ്. അതിന്റെ എന്തെങ്കിലും തെളിവ് നമുക്ക് പറയാനുണ്ടോ? അതായത് കണ്ടില്ല എന്നാണല്ലോ തരൂർ പറയുന്നത്. കണ്ടു എന്ന് പറയുന്നതിന്റെ എന്തെങ്കിലും തെളിവുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും മുന്നൊരുക്കം നടത്തിയിരുന്നു? തീയതിയും കൂടെ എന്നാണ് കണ്ടു എന്ന് പറയുന്നത്? നമ്മൾ പലവട്ടം അവിടെ പോയിരുന്നു. ഏതാണ്ട് ഒരു 2 ആഴ്ച അവാർഡ് ഉണ്ടെന്ന് ഏത് മാസം എന്നാണ് പറഞ്ഞത്? അത് നമ്മൾ നവംബറിലാണ് പറയുന്നത്. നവംബർ 12-ാം തീയതിയാണ് നമ്മൾ ആദ്യം കത്ത് കൊടുക്കുന്നത്, ഇമെയിലായിട്ട് കൊടുത്തത്. അതിനുശേഷം നമ്മൾ മെയിൽ ആദ്യം വെച്ചിരുന്നു. പക്ഷേ അതിനുശേഷം ഞങ്ങൾ അവിടെ പോയപ്പോഴെല്ലാം ഈ കത്ത് കൊടുത്തിരുന്നു. അതെ, ഇവിടെ നമ്മൾ നമ്മുടെ ഓഫീസിനോട് വളരെ അടുത്ത് തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ വീട്. അവിടെ പല കാര്യത്തിനും നമ്മൾ പോയിട്ടുണ്ട്. പക്ഷേ ഈ കാര്യത്തിന് വേണ്ടിയാണ് പ്രധാനമായിട്ട് നമ്മൾ ഈ അടുത്ത സമയത്ത് പോയിട്ട് വന്നിട്ടുള്ളത്. 12 ഇമെയിൽ അയച്ചു എന്ന് പറയുന്നു. ഇമെയിൽ അയച്ചതിന് ശേഷം പിന്നീട് പിന്നെ 17-ന് പോയിരുന്നു. ഈ അവാർഡിന്റെ ഒരു രീതി പറഞ്ഞിരുന്നു. അതായത് ഇപ്പം പല പുരസ്കാരങ്ങൾ ഡൽഹിയിൽ പല സംഘടനകളും പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ അവാർഡ് തന്നെയാണ് എന്നുള്ള നിലയിൽ തന്നെയാണോ? ഈ ലെറ്ററിൽ വളരെ ക്ലിയർ ആയിട്ട് ഇതെല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ വീർ സവർക്കറുടെ പേരിൽ കൊടുക്കുന്ന അവാർഡാണെന്നും എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തതെന്നും അദ്ദേഹം നമുക്കൊക്കെ അറിയാമല്ലോ, വിശ്വപൗരനാണ്. ഇത്രയും ഇന്ത്യ ഈ അടുത്ത സമയത്ത് പോലും ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റ് രാജ്യങ്ങളിലെ ഡെലിഗേറ്റ്സിനെ കൊണ്ടുപോയപ്പോൾ ഡെലിഗേറ്റ്സിന് നേതൃത്വം കൊടുത്ത ആളാണ്. അപ്പം നമ്മുടെ രാജ്യത്തിന് വേണ്ടി വളരെ നന്നായിട്ട് നമ്മുടെ ഒരു സ്റ്റാൻഡ് പോയി സംസാരിച്ച ആളാണ്. മറ്റ് പലരും ചെയ്തതിനേക്കാളൊക്കെ വളരെ മനോഹരമായിട്ട് ഇത് ഹാൻഡിൽ ചെയ്ത ഒരാളും കൂടെ അല്ലേ. പിന്നെ അദ്ദേഹം എഴുത്തുകാരനാണ്, മികച്ച പാർലമെന്ററി. അങ്ങനെ നിങ്ങൾ വീർ സവർക്കറിന്റെ പേരുള്ള പ്രഥമ പുരസ്കാരം തരികയാണ് എന്ന് തരൂരിനെ അറിയിച്ചപ്പോൾ തരൂരിന്റെ മറുപടി എന്തായിരുന്നു? മെയിലിന് മറുപടി ഉണ്ടായിരുന്നോ? നേരിട്ട് കണ്ടപ്പോൾ മറുപടി? മെയിലായിട്ട് മറുപടി തന്നിട്ടില്ല. പക്ഷേ നേരിട്ട് കണ്ടപ്പോൾ നേരിട്ട് കാണുമ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലാകുന്ന അദ്ദേഹത്തിനാണ് അവാർഡ് കിട്ടുന്നത്. അതിനു മുമ്പ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസ് ഇതൊന്നും പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹമായിട്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം പക്ഷെ അന്നേരം അദ്ദേഹം പറഞ്ഞു, ഞാനിതിന് വരാം, എൻ്റെ കൂടെ അവാർഡ് വാങ്ങുന്ന ആരൊക്കെയാണ്. കാരണം ഇതൊരു ഇൻ്റർനാഷണൽ ഇമ്പാക്റ്റ് അവാർഡാണ്. അതുകൊണ്ട് മറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പേര് അറിയണം എന്ന് പറഞ്ഞു. അതനുസരിച്ച് പിറ്റേ ദിവസം നമ്മൾ ആ ലിസ്റ്റ് കൊണ്ട് കൊടുത്തു അദ്ദേഹത്തിന്. കൊടുത്തപ്പോൾ അദ്ദേഹം വരാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടാണ് പറഞ്ഞത്. നേരിട്ട് കണ്ടു. അല്ലല്ല, ആകെ ഒരു തവണ മാത്രമേ നേരിട്ട് കാണാൻ കഴിഞ്ഞുള്ളൂ. ചോദിച്ചപ്പോൾ പക്ഷെ അദ്ദേഹം ഉണ്ടായിരുന്നില്ല. അത് പിറ്റേ ദിവസമാണ് കൊടുത്തത്. കാരണം തലേ ദിവസം പോയി കണ്ടപ്പോഴാണ് അദ്ദേഹം അന്നേരമാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ അവാർഡ് എന്നുള്ള കാര്യം മനസ്സിലായി. ഓഫീസിൽ കൊടുക്കുകയായിരുന്നു. ഈ ആദ്യം ഈ തരൂരിനെ ക്ഷണിച്ചപ്പോൾ ഇങ്ങനെ ഒരു അവാർഡ് ഉണ്ട് വരണം എന്ന് പറഞ്ഞപ്പോൾ തരൂരിന്റെ മറുപടി എന്തായിരുന്നു? അല്ല, തരൂരിനെ നേരിട്ട് കണ്ടപ്പോഴാണ് വരാമെന്ന് സമ്മതിക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ പലവട്ടം അവിടെ പോയപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. അപ്പൊ പുള്ളി എന്താ പറഞ്ഞു? ഈ പരിപാടിക്ക് വരാം. അത് അദ്ദേഹത്തിന് അന്നേരമാണ് മനസ്സിലാകുന്നത് അദ്ദേഹത്തിനാണ് അവാർഡ് നമ്മൾ കൊടുക്കുന്നത്. പുള്ളി ആദ്യം വിചാരിച്ചത് ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഫംഗ്ഷന് കുറെ പേരെ വേറെ വിളിക്കുമല്ലോ നമ്മള്. അപ്പൊ അങ്ങനെ വിളിച്ചതാണെന്നാണ് വിചാരിച്ചത്. ഈ മുഴുവൻ ആളുകളുടെ ലിസ്റ്റ് ലഭിച്ചതിന് ശേഷം വരാമെന്നാണ്? അല്ലല്ല, ആദ്യം ഇത് വായിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു വരാമെന്ന് പറഞ്ഞു, ലിസ്റ്റ് ഒന്ന് തരണമെന്ന് പറഞ്ഞു.
അല്ല ലിസ്റ്റ് ഒരു മസ്റ്റായിട്ട് ലിസ്റ്റ് കണ്ടാലേ ഞാൻ വരുള്ളൂ എന്നൊന്നും ഒരു അതല്ല, ഇതിലല്ല പറഞ്ഞത്. അദ്ദേഹത്തിന്റെ അറിവിലേക്ക് ചോദിക്കുന്നു. തനിക്ക് ഇപ്പൊ അവാർഡ് പങ്കിടുന്ന ആരൊക്കെയാണ്? അതെ, അതെ. ആ ലിസ്റ്റ് കൊടുത്തതിന് ശേഷം തരൂരിന്റെ ഓഫീസിൽ നിന്നോ തരൂരിൽ നിന്നോ HRDSന് ഒഫീഷ്യലായ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ 10-ാം കിട്ടിയിട്ടില്ല. പക്ഷെ നമ്മൾ അന്നേരം നമ്മളെ ഇങ്ങോട്ട് വരുന്നില്ല എന്ന് അറിയിക്കാത്തടത്തോളം കാര്യം അന്ന് ഈ അവാർഡ് കൊടുക്കുന്ന ദിവസം രാവിലെ വരെ നമ്മൾ വിചാരിക്കുന്നത് അദ്ദേഹം വരുമെന്ന് തന്നെയാണ്. കാരണം ഞങ്ങൾ ഈ അവാർഡിലേക്ക് വിളിച്ച ആരും നമുക്ക് കൺഫർമേഷൻ ലെറ്ററും തന്നിട്ടില്ല.